പാത്തും ഇങ്ങനെയുണ്ട് ഇക്കാലത്ത് ഇങ്ങനെയുണ്ട്. ഓ പഴയതുപോലെ തന്നെ ചേച്ചി, ഒരു മാറ്റമില്ല. ആണോ? എന്തി ആളുണ്ട്? ആ ചേച്ചി ഇപ്പൊ എങ്ങനെയുണ്ട് ഇക്ക? ലക്ഷ്മിയെ തീരെ കുറവില്ല, എന്നാലും വേദന എപ്പോഴും ഉണ്ട്. ഇനി പിന്നെ നാട്ടിൽ പോയി വല്ല നല്ല ഹോസ്പിറ്റലിലും കാണിച്ചിട്ടുണ്ടായിരുന്നോ? ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇപ്പൊ സാലറിയൊക്കെ ഭയങ്കര പെൻഡിങ് ആണ്. 6 മാസമായി സാലറി കിട്ടിയിട്ട്. പിന്നെ എയർപോർട്ടും ക്ലോസ് ആണല്ലോ, പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാത്തു, നീ വിഷമിക്കണ്ട പാത്തു, എല്ലാം ശരിയാവും. എന്തോ ചെയ്യാനാ കേട്ടോ. ചേട്ടാ, ഞാനേ നമ്മളെ പാത്തുവിന്റെ അടുത്ത് പോയായിരുന്നു. അവളുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് ചേട്ടാ. ഇക്കായിക്കാണെങ്കിൽ കാല് വയ്യ, സുഖമില്ല, നാട്ടിൽ പോകാനും പറ്റുന്നില്ല. ഇപ്പൊ ഈ യുദ്ധം നടക്കുന്നോണ്ട് ഫ്ലൈറ്റ് ഒന്നും ഇല്ലല്ലോ. പക്ഷെ ആ 2 കുഞ്ഞുങ്ങൾ എന്തോ ചെയ്യാനാ? നമുക്കോ കുട്ടികളില്ല, പാവം 2 കുഞ്ഞുങ്ങള്. എന്തൊക്കെയുണ്ട് ഫാത്തിമ? ഇതൊക്കെ കുറച്ച് സാധനങ്ങളാടാ, നോമ്പൊക്കെ അല്ലേ. പാത്തു, ഇത് വെച്ചോളൂ കേട്ടോ, സാരമില്ല. എന്തിനാ പാലുപെട്ടി അതൊക്കെ വാങ്ങിച്ചു? ഈ റമദാൻ മാസത്തില് നിങ്ങൾ ഈ അവസ്ഥയിലേക്ക് പോകും, ഞങ്ങളെങ്ങനെയോ അപ്പുറത്ത് സമാധാനമായിട്ട് കഴിയാം. എന്നാ പാലോട്ടാ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നോമ്പ് ആയിക്കോട്ടെ. റമദാൻ നമ്മെ പഠിപ്പിക്കുന്നത് വിശപ്പിന്റെ വേദനയല്ല, മറ്റൊരാളുടെ വേദന മനസ്സിലാക്കുന്ന കരുണയാണ്. മനുഷ്യത്വമാണ് ഏറ്റവും വലിയ മതം.